സിറാത്തുൽ കർത്താവ് ഓ ഖത്വി ജന്നതിഹി അയാ സ്വർഗ്ഗത്തിലാണെന്ന കാര്യം ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 11ാമത്തെ ഉണ്ട്. ഈ പരസ്യമായ ശരീരം സ്വർഗാവകാശിയാവുന്ന കാര്യം ഉറപ്പാണെന്ന് ഫതവ ശരിയപ്പോട്ടെ ഇബ്നു അബ്ദുൽ വഹാബിനെ വിമർശിച്ചുകൊണ്ട് പലരും പറഞ്ഞപ്പോ തബ്ലീഗ് ജമാഅത്ത് നേതാക്കൾ ഗ്രന്ഥമേതി ഉൻകെ ഖിലാഫ് പ്രേപ്പകണ്ട ഇബ്നു അബ്ദുൽ വഹാബിനെതിരെ ആരോപണങ്ങൾക്ക് മറുപടി ഇബ്നു അബ്ദുൽ വഹാബ് നല്ല മനുഷ്യനാണ്, ആളുകളൊക്കെ അയാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതാണ്, അയാൾ ഹംബലി മൗലിദുകാരനാണ്, ഇഖ്ലാസുള്ള സുന്നിയാണ്. ആരെ സംബന്ധിച്ച്? ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച്. അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, വഹാബികൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലല്ലോ. എന്നാ കേട്ടോളൂ, സാക്ഷാൽ ചെറൂപ്പ് അബ്ദുൽ ഖൈർ പറയുന്നു, ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ അയാളെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ ഇവിടുത്തെ സുന്നികൾ പറഞ്ഞത് ശരിയല്ല, അവർക്കറിയാത്തത് കൊണ്ടാണ്, നല്ല ഹംബലിയാണ്, സുന്നിയാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് ലോകം ഒറ്റയടിക്ക് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്നത്. ഇന്നും അവരുടെ ആൾക്കാരായ തുർക്കികൾ കണ്ടമാനം പുസ്തകങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റുപറയുന്ന പണ്ഡിതന്മാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കേട്ടു പഠിച്ചവരാണ് പിന്തലമുറയിലെ ആൾക്കാർ. അള്ളാഹുവിന്റെ ഫലം കൊണ്ട് 62 ഞാൻ മക്കത്തായിരുന്നു. എന്റെ വിദ്യാർത്ഥി ദശയിൽ ഞാനന്ന് അലിഫി വന്ന കാലത്ത് തന്നെ അള്ളാഹു എന്നെ അവിടെ എത്തിച്ചു. അപ്പോൾ ഉറുദുവിൽ ഉള്ള ഗ്രന്ഥങ്ങളും അറബിയുള്ള ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഹംബലി മദ്ഹബുകാരാണെന്നും ശരിയായ ഒരു പഴയ സുന്നിയാണെന്നും എന്നാൽ ദീനിന് വേണ്ടി അങ്ങേറ്റം ത്യാഗം ചെയ്യുന്ന അള്ളാഹു കൊടുത്ത അംഗീകാരം പോലെ രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിച്ച ആളെന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞാൽ ഞാനാകെ സമൂഹത്തിന് പുറത്താവുന്ന ഒരു കാലഘട്ടമാണ്. സത്യം. കേരളത്തിലെ ഇന്നോളം വരുന്ന പണ്ഡിതന്മാരൊരാളും പറയാത്ത വാദമാ പറഞ്ഞത്. എന്ത് വരട്ടെ, തബ്ലീഗിന്റെ തനിനിറം പുറത്തേക്ക് വരട്ടെ. 40 ദിവസം ഉള്ളിൽ പൂർത്തിവെച്ചാൽ 41ാമത്തെ ദിവസം എമ്പരപ്പടി വിളിച്ചു പറയുന്ന പരമയാഥാർത്ഥ്യമാണ് തബ്ലീഗ് നേതാവിന്റെ അമുഖത്തിലൂടെ പുറത്തു ചാടിയിരിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു, ഫിത്നകൾ പുറപ്പെടും, വിപ്ലവങ്ങൾ പുറപ്പെടും, ശൈത്താനെ കൊണ്ടാണെന്ന് പ്രവാചകർ പ്രഖ്യാപിച്ച നജദുൽ മുജാഹിദായ നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊന്നടക്കിയ മഖബറുകൾ പൊളിച്ചു മാറ്റിയ കൗബം കൊള്ള ചെയ്ത വിപ്ലവത്തിന്റെ വിദണ്ഡവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ അപ്പോസ്തലനായ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചാണ് തബ്ലീഗിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ചെറൂപ്പ് അബ്ദുൽ ഖൈർ പറയുന്നത്. അദ്ദേഹം പഴയ സുന്നിയാണ്, അദ്ദേഹം ഹംബലി മദ്ഹബുകാരനാണ്. പക്ഷേ പറഞ്ഞാൽ പുറത്തുപോകുമെന്ന പേടിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറയട്ടെ, ഇത് പട്ടി പൊതിഞ്ഞ പാഷാണം തന്നെ, വഹാബിയത്തിന്റെ മറ്റൊരു പതിപ്പാണ്. പക്ഷേ അരിപ്പൊടി അത് നമ്മൾ കണ്ടാൽ, പത്തിരി കണ്ടാൽ മറ്റൊരു രൂപമാണ്, പുട്ടി രൂപം വ്യത്യാസമാണ്. വെള്ളപ്പം മറ്റൊന്നായി പോയി, ഇടിയപ്പം കോലം മാറിപ്പോയി. ഒന്നുകൂടെ നോക്കിയാലോ ഇപ്പുറത്തെത്തുന്നൊരു കെട്ടിപ്പുളിയാണ്, ദോഷത്തിൽ രുചിമറ്റൊന്നാണ്. കണ്ടാൽ പലതും തോന്നിപ്പോലും എല്ലാറ്റിന്റെയും ബേസാരിപ്പൊടി തന്നെ. ഇവരോട് ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും മുജാഹിദും ചാവനീരും കാദിയാനിയും എല്ലാം എടുത്ത് അടിസ്ഥാനപരമായി പരിശോധിച്ചു നോക്കുമ്പോൾ വഹാബിയത്തിന്റെ നിറഭേദങ്ങൾ തന്നെ. അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന് നേതൃത്വം സുന്നത്ത് ജമാഅത്തിനെതിരെ വഹാബികൾ ഏതൊക്കെ വാദങ്ങളുണ്ടോ 2-3 സാമ്പിൾ ഞാനിട്ട് തരുന്നു. മരിച്ചെടുത്തുള്ള ഓത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എനിക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല. എന്റെ മരിച്ചെടുത്തുള്ള ഓത്ത് അതേ ഉമ്മമാരെ കേട്ടോ, മരിച്ചെടുത്ത് ഓടാൻ പാടില്ലെന്നാ പറയുന്നത്. മുജാഹിദിനോട് മാറിയിട്ടുണ്ട്. മരിച്ചെടുത്ത് രാഷ്ട്രീയം നേരത്തേക്ക് മുജാഹിദ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്നു, ഈ മയ്യിറ്റിന് ഓതുക എന്ന പരിപാടി തന്നെ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. കേട്ടോളൂ. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്. നബിയിൽ നിന്നുണ്ടായിട്ടില്ല,
സഹാബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. കളവാണ് കാനത്തുൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു യഖ്തലിഫൂന ഖബരിഹി യഖറഊനൽ ഖുർആൻ. അർറൂഹ് എന്ന കിതാബിൽ കയ്യിൽ തന്നെ പഠിപ്പിച്ചില്ലേ, സ്വഹാബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഊരം വെച്ചുകൊണ്ട് അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. പക്ഷേ തെരുവ് ജമാഅത്ത് പറയുന്നു തെറ്റാണ്. ഞാൻ ചുരുക്കട്ടെ, തൽക്കീനെ പറ്റി പറഞ്ഞു കേട്ടോളൂ, പരിഹസിച്ചുകൊണ്ട് പറയാൻ. ചില സ്ഥലങ്ങളിലൊക്കെ തൽക്കീനുമുണ്ട്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്രി. പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കം ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട്